രാവിലെ തന്നെ ആരാധ്യ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ടൂറ് പോകാൻ കേട്ടോ. സിൽവർ സ്റ്റോമിലോട്ടാണ് അവർ പോകുന്നത്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അന്ന് എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്ന ദിവസമാണ്. ബാക്കി എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുമെങ്കിലും ഞായറാഴ്ച കുറച്ച് ഡീപ്പായിട്ടുള്ള ക്ലീനിങ് നടക്കും. അപ്പോൾ അടിക്കലും തൂക്കലും തുടയ്ക്കലും അങ്ങനെ ഇന്ന് വേണ്ട സകലമാന പരിപാടികളുണ്ടാവും. പിന്നെ സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനും അമ്മയും താത്തയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാധ്യ ട്രിപ്പ് പോയി. അച്ഛനാണെങ്കിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, രാഘു തിരുപ്പതിയിലും പോയി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അമ്മയുടെ പുളിയും മുളകും കുത്തി തിരുമിയത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഉണ്ടായിരുന്നില്ല. സാമ്പാറും തോരനും പപ്പടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ താത്രിക്ക് വേഗം ചോറൊക്കെ വാരി കൊടുത്തു. അപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പായിരുന്നു. താത്രിക്ക് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഞാൻ എന്തേ ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഞാൻ അമ്മയും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ഈ പുളിയും മുളകും ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു കറിയും വേണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി. അപ്പോഴേക്കും വൈകിട്ടത് സ്നാക്സിനായിട്ട് അമ്മ ദേ ശർക്കരയും തേങ്ങയൊക്കെ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ ഓട്ടട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് രാത്രിയിലേക്ക് സ്പെഷ്യലായിട്ട് ഉണക്കച്ചിമ്മൻ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആരാധ്യ വന്നു. ആരാധ്യ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ ആരാധ്യയുടെ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നു. പിന്നെ രാത്രിക്ക് സർപ്രൈസായിട്ട് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനത്തെ ആരാധ്യ വേഗം പോയി മേലെഴുകാൻ പറഞ്ഞു. മേലെഴുകിയൊക്കെ വന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ അപ്പോഴേക്കും പോയി കിടന്നുറങ്ങി. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.